ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇച്ചൂസ് വ്ളോഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പീൻ്റെ ഒരു വ്ളോഗാണ്. അതും കട്ട്ലേറ്റ് ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതൊന്ന് കട്ട് ചെയ്തിട്ടാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുക്കറിൽ 4 വിസിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ വേവിച്ചിട്ടെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കനും വേവിച്ചിട്ടെടുക്കാനുണ്ട്. അതിന് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് വേവിക്കുന്നുള്ളത്. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടാണ് വേവിക്കുന്നത്. ജസ്റ്റ് വെള്ളവും കൂട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് വേവിച്ചിട്ടെടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ആ ഒരു ടൈമിൽ മസാല ഉണ്ടാക്കാനാണ്. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നീരുള്ളി, തക്കാളി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ട് ചൂടായി പിന്നെ അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഞാൻ നീരുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ബ്രൗൺ കളറായിട്ട് വരണം, നല്ല വൈറ്റിട്ട് ബ്രൗൺ കളറായിട്ട് വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല നീരുള്ളി തക്കാളിയെല്ലാം വെന്ത പിന്നെ അതിലേക്ക് ഞാൻ ചിക്കന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി നമുക്ക് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. മസാലയെല്ലാം റെഡിയായി പിന്നെ ലാസ്റ്റ് ചിക്കൻ ഇട്ട് കൊടുത്താലും പ്രശ്നമില്ല. ബട്ട് ഇപ്പോഴേ ചിക്കൻ ഇട്ട് കൊടുത്താൽ നമ്മൾ ഇടുന്ന മസാലേൻ്റെ എല്ലാം അതൊന്ന് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും ചിക്കനും. അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ നമുക്ക് നോർമലി നമ്മൾ മസാലപ്പൊടിയെല്ലാം ചേർക്കില്ലേ, അതുപോലെ തന്നെ നമ്മൾ എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ പൊടികളെല്ലാം ഇട്ടതല്ല, അപ്പോൾ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഇടേണ്ടത് ഉപ്പ് ആവശ്യത്തിന് ഇടാം, നമ്മൾ നോക്കിയിട്ട് എത്രയാണ് വേണ്ടത് അതുപോലെ നമ്മൾ ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം. മൂടെല്ലാം മൂടിയിട്ട് ഒന്ന് ജസ്റ്റ് വേവിക്കുമ്പോൾ മസാല റെഡി ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് മസാല റെഡിയായ പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് മല്ലിച്ചപ്പ് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ബ്രെഡ് പൊടിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാൻ 3 പീസ് ബ്രെഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അങ്ങനെ ജാറിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നും വേണമെങ്കിൽ പൊടിച്ചിട്ടെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് നമുക്ക് കളഞ്ഞിട്ട് ഇതുപോലെ പീസാക്കിയിട്ട് എടുക്കാം. ഉരുളക്കിഴങ്ങിൻ്റെ മൊത്തത്തിൽ നമുക്ക് തൊലി കഴിഞ്ഞാൽ പിന്നെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒടിച്ചെടുക്കാം. എന്താ വെച്ചാൽ ഒരു കട്ട പോലെ ഒന്നും ഇല്ലാത്ത പോലെയാണ് നമ്മൾ ഒടിച്ചെടുക്കുന്നുള്ളത്. എന്നിട്ട് നല്ല മിക്സാക്കി കൊടുക്കാം. പിന്നെ വേണ്ടത് നമ്മൾ ചിക്കൻ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൊത്തത്തിൽ ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് എടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് കഴിഞ്ഞ് പിന്നെ അതിലേക്ക് വേണ്ട ഐറ്റംസ് ഞാൻ റെഡിയാക്കിയിട്ട് വെക്കുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് വേണ്ടത് ബ്രെഡ് പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്രെഡില്ലെങ്കിൽ റസ്കോ അങ്ങനത്തെ ഉണ്ടെങ്കിൽ ആ റസ്ക്കും പൊടിച്ചിട്ടെടുക്കാനുള്ളതാണ്. ബ്രെഡ് തന്നെയെന്ന് നിർബന്ധമില്ല. പിന്നെ നമുക്ക് വേണ്ടത് എഗ്ഗാണ്. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചിട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാനുണ്ട് എഗ്ഗ്. അങ്ങനെ നമ്മൾ മിക്സ് ആക്കിയിട്ടെല്ലാം എടുത്ത ശേഷം പിന്നെ വേണ്ടത് നമ്മൾ മസാല ആക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഒരു രൂപമാക്കിയിട്ട് എടുക്കാം. അത് നമുക്ക് ഏതൊരു ഷേപ്പിൽ ആക്കിയിട്ട് എടുത്താലും പ്രശ്നമില്ല. അപ്പോൾ ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കതൊന്ന് റൗണ്ട് ഷേപ്പാക്കിയിട്ട് എടുത്തു കൊടുക്കാം. പിന്നെ വേണ്ടത് നമ്മൾ കട്ട്ലേറ്റ് ആക്കിയിട്ട് വെച്ചിട്ടില്ല, അത് ഓരോന്നായിട്ട് നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടില്ല അതിലേക്ക് കൊടുക്കുക, ഫുള്ളായിട്ട് കവറാകുന്ന പോലെ. എന്നിട്ട് അതിനെ നമുക്ക് ബ്രെഡ് ക്രംസിലെ അതിലേക്ക് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ഓരോന്നും അതുപോലെ തന്നെ ചെയ്തിട്ട് ഒരു പ്ലേറ്റിൽ എല്ലാം ഒന്ന് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്കൊരു പാൻ എടുത്തിട്ട് അതൊന്ന് ചൂടാകുന്ന പിന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നല്ല പോലെ ചൂടായ പിന്നെ അത് ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.